മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം? എടോ, ഒരു റിപ്പോർട്ട് വരാമോ എന്ന് ചോദിച്ചിരുന്നില്ലേ? മെയിലൊന്നും കിട്ടിയില്ലല്ലോ സാർ. മെയിലല്ല, ഇറ്റ് സെൻഡ് ഓൺ ദി മെസ്സഞ്ചർ. മെസ്സഞ്ചറോ? അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. തന്നെയൊക്കെ ആരാടോ ഇവിടെ പണിക്കെടുത്തത്? ഏത് ലോകത്താ താൻ ജീവിക്കണേ? തനിക്ക് കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, എനിക്ക് ആ റിപ്പോർട്ട് 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ കിട്ടിയിരിക്കണം. മനസ്സിലായോ? താൻ പോയില്ലേ? യെസ് 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 സാർ. സാർ. യെസ് സാർ. സാറ് പറഞ്ഞ റിപ്പോർട്ട്. ആ, ചെയ്തോ? ഇതെല്ലാം ഇല്ലല്ലോ. വേറെ ഉണ്ട്. 2 ദേ 1 2 3 പേജ്. എടോ, തനിക്ക് മെസ്സഞ്ചറിൽ അയച്ച സാധനം കിട്ടില്ല. ഇവിടെ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് തനിക്ക് ഇതേ എനിക്ക് ഒരു ഒറ്റ റിപ്പോർട്ടാക്കി കിട്ടണം. മനസ്സിലായ? അല്ലാണ്ട് 3 പേജ് 4 പേജ് 5 പേജ് എപ്പോൾ തരാൻ പറ്റും? സാർ, ഒരു 5 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ. സാർ. എന്താ പറഞ്ഞേ? 5 ദിവസമോ? 5 ദിവസമൊന്നും തരാൻ പറ്റില്ല. മാക്സിമം ഒരു 3 ദിവസം തരിഞ്ഞു. അതിനുള്ളിൽ ഈ സാധനം ഒറ്റ റിപ്പോർട്ടാക്കി കിട്ടിയിരിക്കണം. മനസ്സിലായ? അങ്ങേരെ എനിക്ക് 3 ദിവസം തന്നു. നല്ല ബോസ്. ഓയോ, ഓ, ഞാൻ അയാളെ കൊണ്ട് 3 ദിവസത്തെ റെഡിയാക്കിയെടുത്തു. മിനിമം 7 ദിവസമെങ്കിലും വേണ്ട റിപ്പോർട്ടായിരുന്നു. വെറും മണ്ടനാണ് അയാൾ. എപ്പം നോക്കിയാലും ഈ കുന്തത്തിന്റെ മുമ്പിലാണല്ലോ. ഈ വീട്ടിൽ കാപ്പിയും ചായയും ഒന്നും ഇല്ലേ? എടി സൂസി, ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓഫീസിലെ 100 കൂട്ടം പണി കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. ദിവസവും 10-12 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഈ കുടുംബം പോറ്റുന്നത്. നിനക്കിത് വല്ലതും അറിയണോ? ഇവക്കെന്നെ പൊട്ടാണോ? ചെവിയും കേക്കത്തില്ലേ? ഇങ്ങോടി വന്നേ. ദാ നോക്കേ. എന്നാ? എന്തു പറ്റി? കണ്ടോ? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലിട്ട പ്രൊഫൈൽ പിക്ചറാ. എത്ര ലൈക്കാ നോക്കൂ. 150 ലൈക്ക്. അമേരിക്ക, ദുബായ്, കാനഡ. ഇതിന് വല്ലതും അറിയോ? എനിക്ക് സത്യത്തിൽ ഇത്ര സൗന്ദര്യം ഉണ്ടോ ചായ? ഉണ്ടോ ചായ? നിന്റെ ഒടുക്കത്തെ ഒരു ഫേസ്ബുക്ക്. എപ്പം നോക്കിയാലും ഇതിന്റെ മുമ്പിൽ തന്നെ. ഇവളെന്താ ഇങ്ങനെ ആയിപ്പോയത്? അല്ല, ഈ ലൈക്ക് എന്താടി? അതെനിക്ക് മനസ്സിലായില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് ലൈക്ക് എന്താന്നറിയില്ല? ഇല്ല, എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്താന്നറിയില്ല? ഇല്ലെന്നേ. ചുമ്മാ. സത്യമായിട്ടും ഇല്ലെന്നേ. ഈ ലേക്ക് എന്ന് വെച്ചാലേ ആ ഈ ലേക്ക് എന്ന് വെച്ചാലേ ഇഷ്ടം. എനിക്കോ? പിന്നെ ഈ 150 പേർക്കും എന്നെ ഇഷ്ടം. 150 പേർക്ക് നിന്നെ ഇഷ്ടം? ഞാൻ അത്ര സുന്ദരിയല്ലേ? എന്റെ ദൈവമേ, 150 പേരിവിടെ പുറകെ. എന്താ? എനിക്കെന്താ ഇത്ര കുഴപ്പം? ഇച്ചായന്റെ ഫോട്ടോ ഒന്ന് ഇട്ട് നോക്കിയേ, എത്ര ലേക്ക് കിട്ടുമെന്ന്. അതെ, ബോംബെയിലുള്ള ബ്രദറും ആ അമ്മായിയുടെ മോള് ത്രേസ്യാമയും അവരൊക്കെ ലൈക്ക് അടിക്കുള്ളൂ. എന്റെ ഫോട്ടോ നോക്ക് എത്ര ലേക്കാണെന്ന്. ശോ, ഇവള് കൈവിട്ടു പോയല്ലോ. അതെ, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കൂ. എന്റെ ഇച്ചായനുണ്ടല്ലോ വെറും ഒരു കൺട്രി ആട്ടോ. ഇച്ചിനെ അറിയോ, ഈ ലാപ്ടോപ്പും മൊബൈലും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ വേണേലും എത്തിപ്പെടാം. ഈ ടെക്നോളജി എന്തെന്ന് ഇച്ചാന് വല്ലതും അറിയോ? ഒന്നും അറിയില്ല. വെറും ഒരു കൺട്രി. അല്ലേലും നിന്നെ കെട്ടിയ പിന്നെ എന്റെ ദോഷമെല്ലാം മാറി കിട്ടി. എന്നാ ദോഷമായിരുന്നോ ആവോ? എന്റെ സന്തോഷം. വലിയൊരു തമാശക്കാരൻ. ഇപ്പൊ എന്നാ നിങ്ങൾക്കൊരു ചായ വേണം, അത്രയല്ലേ ഉള്ളൂ? ഓഫ്, എന്റെ ദൈവമേ, ഈ വിവരമില്ലായ്മ ഒരു തെറ്റാണോ? ഹലോ, എഴുജാനി ഒരു ചായ ഉണ്ടെന്നേ. ആ, ഇവളെന്താ കുറെ നേരമായിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്?
എടി മോളെ, നിന്റെ ഹോംവർക്കൊക്കെ ചെയ്തോ നീ? Eh? What? ഹോംവർക്ക് കഴിഞ്ഞോന്ന്? Dad, just check my personal website. പേഴ്സണൽ വെബ്സൈറ്റോ? ഇവിടെ ഹോംവർക്ക് കാണാൻ ഇനി ഞാൻ പേഴ്സണൽ സൈറ്റ് കൂടെ നോക്കണോ? ഷോ, കാലം പോയ ഒരു പോക്കെ. നീ കുറെ നേരമായല്ലോ കൊച്ചെ ഈ കുത്തുന്നു. എന്താ നീ ഇവിടെ ചെയ്യുന്നത്? Dad, this is WhatsApp. ആപ്പോ? മോളെ, നീ വൈകുന്നേരം ആർക്കാ ആപ്പ് വെക്കുന്നത്? സൂസിയേ, സൂസി ഒന്ന് നോക്കിക്കേ. ഓ, എന്താ ഇച്ചായോ? ഇവള് പറഞ്ഞത് കേട്ടോ? എന്നതാ? അവൾ ആർക്കിട്ടോ ആപ്പ് വെക്കുവാന്ന്. അയ്യോ, എന്റെ ദൈവമേ, അതാ കുഞ്ഞിന്റെ ഫോണിലെ വാട്സാപ്പ് ആണ്. എന്തോന്ന്? വാട്സാപ്പ്. അത് ഇച്ചായ ഫോണിലുള്ള ഒരു ആപ്പാ. ആപ്പോ? ആ, പാവം കൊച്ച് അതെന്റെ കൂട്ടുകാരായിട്ട് വർത്തനം പറഞ്ഞോണ്ടിരിക്ക. മോളെ, നീ എന്തു അടി ചെയ്യുന്ന അതിനകത്ത്? Mom, don't call me Mola. I don't like it. എന്ത്? അമ്മയ്ക്ക് പറ്റിയ മോള് തന്നെ. ഒരു വായി നോക്കി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ പോയി? അവനിപ്പോ വരും ഇച്ചായ, അവനൊന്ന് പുറത്തു പോയിക്കാന്നേ. എന്തിനു പോയി? ഇപ്പൊ വരും, അവനിപ്പൊ അങ്ങ് വരും. അവൻ എവിടെയോ ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുവാ. അവന്റെ കല്യാണമൊക്കെ എന്നായി? ഓ, പെണ്ണുകാണലൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഓ, നടക്കൂന്നേ, സമയമാണോ എല്ലാത്തിനും? ഇതുവരെ അവന്റെ സമയമായിട്ടില്ല. അവന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടണ്ടേ? ചാടിക്കറി വല്ല പെണ്ണിനെ കിട്ടാൻ പറ്റുമോ? എന്നതാ അവന്റെ ഇഷ്ടം? എടി, ഇതൊക്കെ പോട്ടെ. അവൻ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശും വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നല്ലോ. എന്തിന്? ജിമ്മിൽ ചേരണമെന്നോ 6 പാക്കറ്റോ 7 പാക്കറ്റോ എന്തോ ആകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്ശോ, എന്റെ ദൈവമേ. ഏ അവനിപ്പോ വരും. അവന്റെ 6 പാക്കറ്റ് വെച്ച് അവനിപ്പോ വരും. ഞാൻ നോക്കിയിട്ട് അവന്റെ വയറ് മാത്രമേ 6 പാക്കറ്റ് ആയിട്ടുള്ളല്ലോ. മസിലൊന്നും വീർത്തിട്ടില്ലല്ലോ. ഇവളെന്താ ചായ കൊണ്ടുവരാത്തെ? എടി ജാനു. Nigga, I run hip hop, hip hop, hip hop, hip. Nigga, the unit is hip hop, hip hop, hip hop, hip. Mom, there is some problem with my Twitter. I'm not able to read anything. എന്നടാ പറ്റിയ നിന്റെ ട്വിറ്ററിന്? ഇവനെ കണ്ടിട്ട് 2 ദിവസം ആയല്ലോ. എടാ മോനെ ജയ്, നീ ഈ വീട്ടിൽ തന്നെയാണോ താമസം? എന്ത് പറ്റി നിന്റെ ട്വിറ്ററിന്? I can't read anything. It's not working, Mom. ഷോ, മോനെ, നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? റിസൾട്ടൊക്കെ ആയിട്ടുണ്ടോ? കുഞ്ഞാകെ ദണ്ണപ്പെട്ടിരിക്കുക. അപ്പഴാ നിങ്ങളുടെ ഒരു പരീക്ഷ. Dad, just check my website. ഇവനൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ നമ്മൾ ചെയ്യാ? അവനെ വേദനിപ്പിക്കാതെ. അവന്റെ എന്തോ പോയി. അവന്റെ എന്തോ പോയെന്നാ? അവന്റെ ട്വിറ്റർ പോയി. അവന്റെ ട്വിറ്റർ പോയോ? പോയി. എന്തൊരു കഷ്ടമാ. ശോ. ഒരു ഭാര്യയുള്ളതാണെങ്കിൽ അതിന്റെ പുറകെ 150 പേര്. ഒരു മകളുള്ളത് 18 വയസ്സായിട്ടില്ല. അതിന് മുമ്പേ അവൾ ആപ്പ് വെക്കാൻ നടക്കും. ഒരു തമ്പുരാൻ ഇവിടെ നടപ്പുണ്ട്, നിക്കറ് വിട്ടോണ്ട്. അവന്റെ എന്തോ പോയെന്ന് പറയും. ഇതൊന്നും കൂടാതെ വേറെ 2 ഐറ്റം. വേലക്കാരിയാണെങ്കിൽ ഫുൾ ടൈം മൊബൈൽ. പിന്നെ അളിയൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇതിലെ നടപ്പുണ്ട്, പണിയില്ലാതെ. ഇങ്ങനെ പോയാൽ എന്റെ കാര്യം വേഗം പോകും. എന്തായടാ, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഓ, അതെനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഏ എനിക്കങ്ങോട്ട് മനസ്സിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഏത് ടൈപ്പ് പെണ്ണിനെ അളിയൻ നോക്കുന്നേ? അത് Kutti mama. അതൊക്കെ ഉണ്ട്. പറ. അതൊക്കെ ഉണ്ട്, പറയാം. ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ? പിന്നെ സൂസി, എന്നാ ചായ? എനിക്ക് ഈ ജീവിതം മടുത്തു. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. നീ ഓർക്കുന്നുണ്ടോ 20 വർഷം മുമ്പ് നമ്മൾ കൊച്ചിക്ക് വന്നത്? ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റില് നമ്മൾ സുഖമായിട്ട് ജീവിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. വീട്ടിലെന്നും സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഭാര്യയാണേൽ നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം മൊത്തം സീരിയൽ കാണൽ, പിള്ളേരാണേൽ മൊബൈലുമായിട്ട്. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവുക. എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം. കൊള്ളാല്ലേ? എന്നെ ഇനി ആരും അന്വേഷിക്കണ്ട. കേട്ടല്ലോ?
ഞാൻ എന്റെ വഴിക്ക് പോവുക. നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അയക്കും. പോകല്ലേ? അയ്യോ പോയോ? ഈ പാപികളായ ഞങ്ങളോട് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. എൻ്റെ കർത്താവേ, എൻ്റെ ഇച്ചായൻ്റെ ഒരു വിവരവുമില്ല. 3 മാസമായി പോയിട്ട്. എവിടെയാണാവോ, എന്താണാവോ ചെയ്യണേ? ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങൾ ഇച്ചായൻ പറഞ്ഞ നല്ല വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചോളാം. ഇനി ഫോണും വേണ്ട, ലാപ്ടോപ്പും വേണ്ട, ഒരു കുന്തവും വേണ്ട. എനിക്ക് എൻ്റെ ഇച്ചായനെ തിരിച്ചു തരണമേ എൻ്റെ ദൈവമേ. ഹായ് ജാൻ. ചായ എനിക്കും കിട്ടിയടി ഒരു ലേക്ക്. അളിയാ, എടീ, കുട്ടി മാമാ. അതും പോയി മക്കളെ. ഇതേ താൻ ഒരു കാര്യം, ഈ പ്രൊജക്ട് റിപ്പോർട്ട് താൻ കൊണ്ടുപോയിട്ട് ഒറ്റ പേജാക്കി കൊണ്ടുപോകും. മാക്സിമം പോയാൽ 3. വട്ടാണ്. പക്ഷെ വട്ടല്ല, പൊട്ട. ഒരപ്പം കാപ്പി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. റെഡി? അവന്റെ ട്വിറ്റർ പോയോ? എന്തൊരു കഷ്ടമാ. കണ്ടിന്യൂ ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞു.